പാലക്കാട് ജില്ലയിലെ കലയും സാഹിത്യവും പൈതൃകവും ഇഴചേർന്ന പ്രശസ്തമായ ഗ്രാമമാണ് വെള്ളിനേഴി. അതുമാത്രമല്ല, സംസ്ഥാനത്തെ കേരള സാംസ്കാരിക വകുപ്പ് തിരഞ്ഞെടുത്ത 20 പൈതൃക ഗ്രാമങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ഗ്രാമം. കഥകളിക്കോപ്പ് നിർമ്മാണത്തിലും പേര് കേട്ട പ്രദേശമാണ് കേട്ടോ ഇത്. തീർന്നില്ല, അടയ്ക്കാപ്പുത്തൂർ കണ്ണാടിയും പ്രശസ്തമാണ്. 20,168ഓളം വരുന്ന ജനങ്ങളാണ് ഈ പഞ്ചായത്തിലുള്ളത്. സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തിനുള്ള പുരസ്കാരമാണല്ലോ സ്വരാജ് ട്രോഫി. തുടർച്ചയായി 5 വർഷവും ഈ പുരസ്കാരം നേടുന്നതും ഈ പഞ്ചായത്താണ്. അത്രയേറെ വ്യത്യസ്തമായിട്ടാണ് ഈ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഭരണസമിതിക്കും അതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്കും ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഒട്ടേറെ മാറ്റങ്ങളാണ് കേട്ടോ ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ ഈ ഗ്രാമത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ഈ പഞ്ചായത്ത് തന്നെയാണ്. പ്രസിഡന്റ് കെ ജയലക്ഷ്മി നയിക്കുന്ന ഈ ഭരണസമിതി വളരെ മികച്ച മാറ്റങ്ങളാണ് കേട്ടോ നമ്മുടെ പഞ്ചായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വനിത എന്നുള്ള നിലയ്ക്ക് നമ്മുടെ പ്രസിഡന്റ് സ്ത്രീകളുടെ മുന്നേറ്റത്തിന് വേണ്ടി നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഗ്രാമപഞ്ചായത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ജനങ്ങളുടെ സഹായ സഹകരണത്തോടു കൂടിയിട്ടാണ് നമ്മൾ വിവിധ പദ്ധതികൾ നടത്തുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 6 വർഷക്കാലം സ്വരാജ് ട്രോഫിയും അതുപോലെ ആരോഗ്യ മേഖലയിലും ശുചിത്വ മേഖലയിലും ആദ്യ കേരള പുരസ്കാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതിഗംഭീരമായിട്ടാണ് കേട്ടോ ഈ ഗ്രാമപഞ്ചായത്തിലെ റോഡുകൾ നവീകരിച്ചിട്ടുള്ളത്. കേരള സംസ്ഥാനത്ത് തന്നെ ഒട്ടേറെ റോഡ് വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് കല്ലുവഴി അടയ്ക്കാപ്പുത്തൂർ റോഡ്, അതുപോലെ മുറിയൻകണ്ണി ശ്രീകൃഷ്ണപുരം റോഡ്, തൂത മുണ്ടൂർ റോഡ്. ഇതിലൂടെയൊക്കെ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? ധാരാളം കർഷകരുള്ള നമ്മുടെ പഞ്ചായത്തിൽ കുളങ്ങളുടെ നവീകരണം പഞ്ചായത്ത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ട് ഉത്തരത്തിൽകാവ് കുളം, മായംകുളം, കാരയിൽ കുളം, കുതിരാട്ടുകുളം തുടങ്ങി നിരവധി പ്രധാനപ്പെട്ട കുളങ്ങളെല്ലാം തന്നെ നവീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ കിഴക്കേക്കരക്കുന്ന് സങ്കേതത്തിലെ താമസക്കാരാണ്. നിലവിൽ ഞങ്ങളിപ്പോൾ വളരെയധികം സന്തോഷത്തിൽ തന്നെയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നം, ഞങ്ങളുടെ പൂർവികരുടെ അടക്കം ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഏത് സമയത്തും വെള്ളം കിട്ടുക എന്നുള്ളത്. ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കിപ്പോൾ പഞ്ചായത്ത് ഞങ്ങൾക്ക് വാട്ടർ കണക്ഷൻ എല്ലാ വീട്ടിലേക്കും എത്തിച്ചിരിക്കുന്നു. ഇവിടെ ഈ പ്രദേശം ഉയർന്ന പ്രദേശമായതുകൊണ്ട് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ കൊളക്കാട്ടുന്ന ഒരു കിണറ്റിൽ നിന്ന് വെള്ളം ഇങ്ങനെ കൊടുന്നിരുന്നു. അത് കുറച്ച് ഭാഗം എത്തിയാൽ ഞങ്ങൾക്ക് ഇതുവരെ വെള്ളം എത്തിയിരുന്നില്ല. പിന്നെ കാഞ്ഞിരപ്പുഴ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾക്ക് വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ്, അപ്പോൾ അവർ ആ കനാലിൻ്റെ അധീനെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് MLA പഞ്ചായത്ത് വെള്ളിനേഴി പഞ്ചായത്ത് ഭരണസമിതിയും കൂടി ഒത്തുപിടിച്ചിട്ട് ഞങ്ങൾക്ക് ഇതേനെ ശ്രീകൃഷ്ണപുരം കുടിവെള്ള പദ്ധതി ഇതേനെ വരുകൊണ്ട് പൈപ്പ് ലൈൻ ഇടുകൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ഇപ്പോൾ 4-5 വർഷമായി ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. പഞ്ചായത്തിലെ കാർഷിക മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ ചേനക്കൃഷിയുണ്ട്, സമ്മിശ്ര കൃഷിയുണ്ട്, മത്സ്യകൃഷിയുണ്ട്. ഇതൊന്നും കൂടാതെ വെറ്റില കൃഷിയും കുരുമുളക് കൃഷിയും ചെയ്യുന്നവർക്ക് പ്രോത്സാഹനമുണ്ട്. അതുപോലെ തരിശുരഹിത ഗ്രാമം പദ്ധതി ഈ ഭരണസമിതി കാലത്താണ് ഇവിടെ നടപ്പിലാക്കിയത്. പ്രധാന കൃഷി എന്ന് പറഞ്ഞാൽ നെൽകൃഷി തന്നെയാണ്. 140 ഹെക്ടറോളം നെൽകൃഷി ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നെൽകൃഷി ചെയ്തതിന് ശേഷം ചേനക്കൃഷി ചെയ്യുന്ന ഒരു സമ്പ്രദായം, ക്രോപ്പ് റൊട്ടേഷൻ സീക്വൻസ് സ്വീകരിക്കുന്ന ഒരു പ്രധാന പഞ്ചായത്താണ് വെള്ളിനേഴി പഞ്ചായത്ത്. പഞ്ചായത്ത് നമ്മൾ കർഷകർക്ക് വേണ്ടി വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ് നമുക്കുള്ളത്. ഞാൻ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് പച്ചക്കറി, കിഴങ്ങ് വർഗ്ഗങ്ങൾ, വാഴ, ചേന, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ പോലുള്ള സാധനങ്ങളാണ് കൂടുതലും ചെയ്യുന്നത്. പിന്നെ പൊതുവെ കൃഷിഭവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മുടെ കൃഷി ഓഫീസറുടെ ഭാഗത്തുനിന്നും അസിസ്റ്റന്റിന്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെയൊക്കെ ആരോഗ്യം ഇത്ര നല്ല രീതിയിൽ നിലനിർത്തുന്നതിന് കേരളത്തിലെ പൊതുജനാരോഗ്യത്തിന് വലിയ പങ്കുണ്ട്. ഇന്ത്യയിലെ പൊതുജനാരോഗ്യത്തെ ഇത്രയേറെ സംരക്ഷിക്കുന്ന മറ്റൊരു സംസ്ഥാനത്തെ നമുക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഈ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വന്നിട്ടുണ്ടോ? എത്ര മെച്ചപ്പെട്ട രീതിയിലാണ് പഞ്ചായത്ത് ഇവിടെ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്? നമുക്കൊന്ന് കണ്ടു നോക്കാം. പഞ്ചായത്തിലാകെ 2 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇവ രണ്ടും തന്നെ കായികൽപ്പ പുരസ്കാരവും ISO അംഗീകാരവും ലഭിച്ചവയാണ്. മാത്രമല്ല ആരോഗ്യ മേഖലയിൽ തന്നെ ഏറ്റവും വലിയ നേട്ടമായ ആർദ്ര കേരള പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഈ നാട്. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇപ്പോൾ 2 കുടുംബാരോഗ്യ കേന്ദ്രമാണ്, ഈവനിങ് OP ഉണ്ട്, 2 ഡോക്ടർമാർ രാവിലെ ഉണ്ടാവും, ഉച്ചയ്ക്ക് ശേഷം അതുപോലെ ലാബ് ഉണ്ട്. അങ്ങനെ ജനങ്ങൾക്ക് നല്ല സൗകര്യമായിട്ട് നല്ല സർവീസായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഒരു ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് കുറേ ഡെവലപ്മെന്റ്സ് ഹോസ്പിറ്റലിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഹോസ്പിറ്റലിന്റെ ഒരു സമയത്ത്, ഒരു ക്രിട്ടിക്കൽ ഒരു സമയത്ത് നമുക്ക് മേൽക്കൂര പൊളിഞ്ഞു പോയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഹോസ്പിറ്റലിൽ പഞ്ചായത്തൊക്കെ ഇടപെട്ടിട്ട് നല്ലൊരു രീതിയിൽ മുകളിൽ ഡ്രസ് വർക്കൊക്കെ ചെയ്ത് നമുക്ക് പഴയ രീതിയിലേക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ പറ്റി. നവീകരിച്ച ലാബ് നമുക്ക് റെഡിയാക്കാൻ പറ്റിയിട്ടുണ്ട്. നല്ല വിപുലീകരിച്ച് നല്ലൊരു ലാബ് നമുക്ക്
ഇപ്പോൾ ഒരു പുതിയ ബിൽഡിംഗ് തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ റൂം കൂടി ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ കട്ടൻ വർക്കൊക്കെ ചെയ്ത് നല്ലൊരു ഒബ്സർവേഷൻ റൂം ഉണ്ടാക്കാൻ പറ്റി. പേഷ്യൻസിന് കയറാൻ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ കാരണം റാമ്പ് എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു നല്ല രീതിയിലൊരു റാമ്പ് പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റി. വകുപ്പ് തല ആരോഗ്യ പ്രവർത്തനങ്ങളുടെയും പിന്നെ ആർദ്ര കേരളം പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ട് നമ്മുടെ ഈ പഞ്ചായത്തിലെ സമീപ പഞ്ചായത്തിലെ ധാരാളം രോഗികൾ നമ്മുടെ ആശുപത്രിയിലേക്ക് ഇപ്പോൾ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒ പി ഏകദേശം ഒരു 100-150 അടുപ്പിച്ച് നമുക്ക് ഒ പി വരുന്നുണ്ട് ദിവസേന. നമ്മുടെ ആശുപത്രിയുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ വെള്ളിനേഴി പഞ്ചായത്തിൻ്റെ സപ്പോർട്ടെന്ന് പറയുന്നത് വളരെ മികച്ചതാണ്. അതുകൊണ്ട് നമ്മുടെ പൊതുജനങ്ങൾക്കായാലും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്കായാലും പഞ്ചായത്തിന് 100% സപ്പോർട്ട് എപ്പോഴും ലഭിക്കുന്നതാണ്. ഹോമിയോ ഡിസ്പെൻസറി തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷമാകുന്നു. ഞാനാണ് ഇവിടുത്തെ ഫസ്റ്റ് മെഡിക്കൽ ഓഫീസറായിട്ട് ജോയിൻ ചെയ്ത് തന്നെ. എൻ്റെ DMO പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. വെള്ളിനേഴിയിൽ നിന്ന് അവർ ആവശ്യപ്പെട്ടിട്ടാണ് ഹോമിയോ ഡിസ്പെൻസറി കൊണ്ടുവന്നത് തന്നെ. LSTD ഫണ്ട് വെച്ചിട്ട് തന്നെയാണ് ഇതിനകത്തെ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും ഡെസ്ക്ടോപ്സ് ഒക്കെ വാങ്ങിയതും. നമുക്കൊരു ഓൺലൈൻ OP സൗകര്യം തന്നെ ഇവിടെ 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് ഒരുക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ സപ്പോർട്ടോടുകൂടി മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മെഡിസിൻസ് ആണെങ്കിലും ആവശ്യമായ മരുന്നുകൾ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അതിൽ ഒരു ഷോർട്ടേജ് വരുമ്പോൾ മെഡിസിൻ ഫണ്ടായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ഥിരമായൊരു ഡോക്ടർ ഉണ്ടായതിനു ശേഷം പേഷ്യൻ്റ് കൗണ്ട് ഇപ്പോൾ ഒരു 40 to 50, 60 വരെ എത്തിയ ദിവസങ്ങളുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും പഞ്ചായത്തിൽ നിന്ന് ചെയ്തു തരാൻ ഉള്ള എല്ലാ സംവിധാനങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മരുന്നിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അത് 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ആയുർവേദ ഡിസ്പെൻസറിക്ക് മരുന്ന് വാങ്ങാനുള്ള ആവശ്യം. ഇപ്രാവശ്യം അത് 5,50,000 ആയിട്ട് പഞ്ചായത്ത് കൂട്ടി തന്നിട്ടുണ്ട്. ഒരു ദിവസം ഒരു 30-35 പേഷ്യൻ്റ് വരെ എത്താറുണ്ട്. അവർക്ക് വേണ്ട ഔഷധങ്ങൾ ദൂരെയുള്ളവരും പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ 15 ദിവസത്തേക്ക് വരെ നമ്മൾ മരുന്ന് കൊടുക്കാറുണ്ട്. യോഗ ക്ലാസ്സുകൾ ഇവിടെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നമ്മൾ നടത്തി കൊടുക്കുന്നുണ്ട്. അതിലും 10-50 പേര് ഡെയിലി പങ്കെടുക്കാറുണ്ട്. EMS സർക്കാരിൻ്റെ കാലത്താണല്ലോ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം നിലവിൽ വരുന്നത്. അതിനുശേഷം ഒട്ടനവധി മാറ്റങ്ങളാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിട്ടുള്ളത്. പഞ്ചായത്തിൻ്റെ എല്ലാവിധത്തിലുള്ള സഹകരണം സ്കൂളിന് ലഭിക്കാറുണ്ട്. അതുപോലെ മതില് പുനരുദ്ധാരണം നടത്താൻ പഞ്ചായത്ത് സഹായിച്ചിട്ടുണ്ട്. അതുപോലെ സ്കൂളിൽ ഇൻസിനേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിലാണത്. പിന്നെ മാലിന്യ സംസ്കരണത്തിനുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ തന്നെ പഞ്ചായത്ത് ഒരുക്കി തന്നിട്ടുണ്ട്. ലൈബ്രറി പുസ്തകങ്ങൾ വാങ്ങാനുള്ള ധനസഹായം പഞ്ചായത്തിൽ നിന്ന് ലഭിക്കാറുണ്ട്. അതുപോലെ ഉച്ചഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സ്റ്റീം കുക്കിംഗ് ബോയിലർ, ഹോട്ട് വാട്ടർ ടാങ്ക്, റൈസ് കുക്കിംഗ് വെസല്, സാമ്പാർ കുക്കിംഗ് വെസല് ഇവയെല്ലാം പഞ്ചായത്ത് നൽകിയതാണ്. അതുപോലെ സ്കൂളിൻ്റെ പെയിൻറ് പണിക്കുള്ള ധനസഹായവും പഞ്ചായത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട്. എല്ലാവിധത്തിലുള്ള സഹകരണവും പഞ്ചായത്ത് ഭരണസമിതിയിൽ നിന്ന് ഈ 5 വർഷക്കാലം ഈ വിദ്യാലയത്തിന് ലഭിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്കൂളിന് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീധരൻ മാഷിൻ്റെ ഒരു പ്രത്യേക ഇടപെടൽ നമ്മുടെ സ്കൂളിൽ ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കിഫ്ബി പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് 4 കോടിയോളം അടുത്ത് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി നടന്നു വരുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ ആദ്യമായിട്ട് നീന്തൽക്കുളം നമ്മുടെ സ്കൂളിലാണ് വന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഉദ്ഘാടനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അസംബ്ലി ഹാൾ ഇല്ല എന്നുള്ള വലിയൊരു പോരായ്മ ഉണ്ടായിരുന്നു. ശ്രീധരൻ മാഷിൻ്റെ മുൻകൈ എടുത്തിട്ടാണ് നമുക്ക് അസംബ്ലി ഹാള് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. റൂഫിംഗ് വർക്ക് ജില്ലാ പഞ്ചായത്ത് ഇടപെട്ട് 10 ലക്ഷം രൂപ വെച്ചിട്ട് കുട്ടികൾക്ക് അവിടെ മീറ്റിംഗ് കൂടാനും ഒക്കെയുള്ള ഒരു സൗകര്യം നമുക്ക് ഇതിന് ബിൽഡിങ്ങിൻ്റെ അവിടെ കൊണ്ടുവന്നതും ജില്ലാ പഞ്ചായത്താണ്. അതുപോലെ തന്നെ നമ്മുടെ MLA ഇടപെട്ടുകൊണ്ട് ഒരു ഒറ്റമുറി കെട്ടിടത്തിൻ്റെ പണി കംപ്ലീറ്റ് ആക്കാൻ MLAയുടെ 5 ലക്ഷത്തിൻ്റെ ഫണ്ട് ഉപകരിച്ചു. അതും അന്തിമഘട്ടത്തിലായി നിൽക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ടുള്ളൊരു വികസന പദ്ധതി പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൻ്റെ വെള്ളിനേഴി പഞ്ചായത്തിൽ ഒരു ഗ്രൗണ്ട് വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളിനാണ് ആ ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. അതും 1 കോടി രൂപയുടെയാണ്. MLA ഫണ്ടിൻ്റെ 50 ലക്ഷവും പിന്നെ സ്പോർട്സ് കൗൺസിലിൻ്റെ ഒരു 50 ലക്ഷം ഉപയോഗിച്ച് 1 കോടിയുടെ വർക്ക് അതിൻ്റെ തുടക്കത്തിൽ എത്തിയിട്ടുണ്ട്. എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ അവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ജില്ലാ പഞ്ചായത്തു നിന്നാണെങ്കിലും MLAയുടെ ഭാഗത്തു നിന്നാണെങ്കിലും കിഫ്ബിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരുപാട് പുരോഗതി നമ്മുടെ സ്കൂളിന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലുള്ള സന്തോഷം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. വിദ്യാലയത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തന്നെ വളരെ ശോചനീയമായ ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് പറയുന്നത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്താണ്. അവരുടെ ഒരു വികസന ഫണ്ടിൽ നിന്നും നമുക്ക് ഒരു 9 ലക്ഷം രൂപ ചെലവഴിച്ചിട്ട് നല്ലൊരു മേൽക്കൂര പണിഞ്ഞു തരികയുണ്ടായി.
സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചുറ്റുമതിലും കവാടവും പണിഞ്ഞു തരികയുണ്ടായി. 2023-24 കാലഘട്ടത്തിൽ നമുക്ക് സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വർണ്ണക്കൂടാരം എന്ന ഒരു 10 ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് പാസ്സാവുകയും ഉണ്ടായി. നിലം വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു കിടന്നിരുന്നത്. അതും ഞങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സമീപിച്ചപ്പോൾ അവരെ ഒരു മടിയും കൂടാതെ നമുക്ക് അതിനും ഉള്ള ഫണ്ട് പാസ്സാക്കി തരികയും നിലം മുഴുവനും ഫ്ലോറിംഗ് കഴിച്ച് നല്ല ടൈൽസ് പതിച്ച് തരികയും ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഈ സ്കൂളിൻ്റെ കുറച്ച് കാലഘട്ടം മുന്നേ വരെ വളരെ കുറഞ്ഞ കുട്ടികളോടുകൂടി ആയിരുന്നു നമ്മൾ പ്രവർത്തിച്ചിരുന്നത്. 22-23 വർഷങ്ങൾ മുതൽ നമുക്ക് കുട്ടികളുടെ പുരോഗതി അറിയാനുണ്ട്. അതിന് കാരണമായത് നമ്മളുടെ സ്കൂളിൻ്റെ വികസന പ്രവർത്തനങ്ങളാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട പങ്ക് ഇതിനുണ്ട്. 10 വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിൽ വന്നത്. 10 വർഷത്തിന് ശേഷം വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ സ്വതവേ തന്നെ എനിക്ക് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കിയിരുന്നു. ആ വിവിധ വിഭാഗങ്ങളിലുള്ള അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഒരു ഗ്രാമസഭയ്ക്ക് എന്നെ വിളിച്ചതനുസരിച്ച് ഞാൻ അവിടെ പോയതാണ്. പഞ്ചായത്ത് പോയപ്പോൾ നമ്മുടെ സാംസ്കാരിക നിലയത്തിലെ ഹാളും കാര്യങ്ങളൊക്കെ കണ്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. വളരെയധികം നന്നായി ടേസ്റ്റ്ഫുള്ളായി വളരെ ഫണ്ട് വേണ്ടധികം ചിലവാക്കി വളരെ നൂതനമായ സാങ്കേതിക വിദ്യയൊക്കെ ഉൾക്കൊള്ളിച്ച് വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതേമാതിരി പഞ്ചായത്തിൻ്റെ ഓഫീസിൽ വളരെ ചിട്ടയായിട്ട് കാര്യങ്ങൾ നടക്കുന്നതും കണ്ടപ്പോൾ ഞാൻ വളരെയധികം സന്തുഷ്ടനായി. ആസ്പത്രിയിലെ ഹെൽത്ത് സെൻ്ററുകളിൽ പോയിട്ടുണ്ടെങ്കിലൊക്കെ വളരെ നല്ല സേവനമാണ്, നല്ല വൃത്തി, വളരെയധികം ഇമ്പ്രസീവാണ് എന്ന് ഞാൻ പറയണ്ടായി. അപ്പോൾ അത് വീണ്ടും പറയാനൊരു അവസരം തന്നതിൽ സന്തോഷിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡിലുമായി 2000-ന് മുകളിൽ തെരുവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 16ഓളം വരുന്ന ഹൈമാസ് ലൈറ്റുകളും കൂടാതെ 24 മിനി മാസ് ലൈറ്റുകളും നമ്മുടെ പഞ്ചായത്തിലുണ്ട്. മെമ്പറായിട്ടുള്ള ശ്രീധരൻ മാഷുടെ ഫണ്ടിൽ നിന്ന് ഒരു മിനി മാസ് ലൈറ്റ് ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കുകയാണ്. പോഷകാഹാരക്കുറവും പട്ടിണിയും ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ അംഗനവാടികളും പ്രവർത്തിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ അംഗനവാടി കെട്ടിടങ്ങളും പഞ്ചായത്ത് ഇടപെട്ട് നവീകരിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങളിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളും എത്തിച്ചിട്ടുണ്ട്. 51.5 ലക്ഷം ഉപയോഗിച്ചാണ് ഭിന്നശേഷിക്കാർക്ക് അംഗനവാടി വഴി സ്കോളർഷിപ്പുകൾ നൽകി വരുന്നത്. അംഗനവാടിക്ക് വേണ്ടിയിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ അംഗനവാടിയിൽ തന്നെ കുറേ മെയിൻ്റനൻസ് വർക്ക് നടന്നിട്ടുണ്ട് ഈ പ്രാവശ്യം. അതിൽ എടുത്തു പറയാനുള്ളൊരു മെയിൻ്റനൻസ് വർക്ക് പറഞ്ഞാൽ നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഭിന്നശേഷി ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു റാമ്പാണ് നമുക്ക് പുതുതായിട്ട് മെയിൻ്റനൻസ് ഫണ്ട് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. പാത്രം കഴുകാനുള്ള സ്ഥലം, അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എല്ലാ ഭൗതിക സാഹചര്യങ്ങളാവട്ടെ, കുട്ടികൾക്ക് കളിയുപകരണങ്ങളാവട്ടെ, എല്ലാ സപ്പോർട്ടും, ഭക്ഷണ സാധനങ്ങളുടെ ആകട്ടെ എല്ലാ സപ്പോർട്ടും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അംഗനവാടിക്ക് വേണ്ടിയിട്ട്, അംഗനവാടികൾക്ക് വേണ്ടിയിട്ട് ലഭിക്കാറുണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മുടെ അംഗൻവാടിക്ക് നല്ല സപ്പോർട്ടും നല്ല കാര്യങ്ങളും നമ്മുടെ പഞ്ചായത്ത് തരുന്നുണ്ട്. ഓരോ വർഷവും അംഗൻവാടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ യഥാസമയം ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഇപ്പോൾ 2 വർഷത്തോളമായി. കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് നല്ല അംഗൻവാടി ഗേറ്റും പടിയും നേരെ വൃത്തിയാക്കി തന്നു. അതേപോലെ എല്ലാ സൗകര്യവും അംഗൻവാടിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മെച്ചപ്പെടുത്തി തന്നിട്ടുണ്ട്. ഭൗതിക സാഹചര്യങ്ങളും എല്ലാം. മാനസികവും ബുദ്ധിപരവുമായി ബലഹീനതകൾ നേരിടുന്നവർക്ക് വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് എല്ലാ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററുകളും പ്രവർത്തിച്ചു പോരുന്നത്. ഇതാണ് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലെ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്റർ. ഇവിടെ ഉച്ചഭക്ഷണവും വാഹന സൗകര്യവും എല്ലാം തന്നെയുണ്ട്. ഭിന്നശേഷി കലോത്സവങ്ങളെ വളരെ ഭംഗിയായിട്ടാണ് ഇവർ നടത്തിപ്പോരുന്നത്. തൊഴിൽ പരിശീലനത്തിനായിട്ട് ഇവിടെ ഒരു ബുക്ക് ബൈനറി യൂണിറ്റും ആരംഭിച്ചിട്ടുണ്ട്. ഞാൻ സ്നേഹദീപം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ വെള്ളിനേഴി പഞ്ചായത്തിലെ ടീച്ചറാണ്. സ്നേഹദീപം BRC തുടങ്ങിയിട്ട് 6 വർഷമായി. 2019 മാർച്ച് 7-നാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തത്. മാർച്ച് 18 മുതലാണ് കുട്ടികൾ വരാൻ തുടങ്ങിയത്. തുടങ്ങിയ സമയത്ത് നമുക്ക് 2-3 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് സ്നേഹദീപം BRCയിൽ 22 കുട്ടികൾ ഡെയിലി വരുന്ന കുട്ടികളുണ്ട്. നമ്മളിവിടെ ബഡ്സ് സ്കൂൾ തുടങ്ങിയ മുതൽ ഭരണസമിതി നമുക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും തരുന്നുണ്ട്. ഈ വർഷം നമുക്ക് MLA ഫണ്ടിൽ നിന്നും പുതിയ ബഡ്സ് സ്കൂൾ തുടങ്ങിയിട്ടുണ്ട്. ബിൽഡിംഗ് പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉള്ള കുട്ടികളാണ് നമുക്ക് കൂടുതലും. അവർക്കായി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെഡ്മില്ലും സ്റ്റാറ്റിക് സൈക്കിളും ഉണ്ട്. അത് അവർ രാവിലെ സമയങ്ങളിൽ കഴിയുന്ന എല്ലാ കുട്ടികളും ചെയ്യാറുണ്ട്. നമുക്ക് പാട്ടിനോടും ഡാൻസിനോടൊക്കെ തന്നെയാണ് താല്പര്യമുള്ളത്.
അതിപ്പോൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിലും ടീച്ചറായാലും പഠിപ്പിച്ചിട്ട് ഇപ്പോൾ അവിടെ പാലക്കാട് ഓരോ പരിപാടികൾക്കൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. സ്കൂളിലായാലും ആനിവേഴ്സറി അങ്ങനെ എല്ലാ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അവിടെ. വീട്ടിൽ സ്വന്തമായിട്ട് വെച്ചാൽ അവളുടെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട് ആൾ. ബാക്കിയൊക്കെ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യുവോളെ. ആഴ്ചയിൽ 2 ദിവസമൊക്കെ വിട്ടിരുന്നുള്ളൂ സാധാരണ സ്കൂളിൽ പോകുന്ന സമയത്ത്. ഇതാകുമ്പോൾ പിന്നെ ഡെയിലി ഞാൻ സ്കൂളിലേക്ക് വിടുന്നുണ്ട്. അതുകൊണ്ട് നല്ല മാറ്റങ്ങൾ ഇപ്പോൾ അവൾക്ക് വന്നിട്ടുണ്ട്. അവൾക്ക് അപ്പോൾ 2 വർഷത്തോളമായി അവൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയിട്ട്. സ്ഥിരമായിട്ട് സ്കൂളിലേക്ക് പോണ കുട്ടി തന്നെയായിരുന്നു ബഡ്ജറ്റ് സ്കൂളിലേക്ക്. ആ സ്കൂൾ തുടങ്ങിയതിന് ശേഷം അവന് ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അവിടെ ടീച്ചറുടെ നല്ല കെയറിങ്ങും അതുപോലെ അവിടെയുള്ള കുട്ടികളാണെങ്കിൽ അവനെ കൂടുതലായിട്ട് എല്ലാ കാര്യത്തിനും അവനെ സഹായിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതലായാലും ഏറ്റവും എന്താ പറയുക, തീരെ വയ്യാത്ത കുട്ടി അവൻ തന്നെയാണ്. അനിരുദ്ധ പറഞ്ഞ കുട്ടി ഇവൻ തന്നെയാണ്. ഇവന് സെർബർ പൾസി എന്ന രോഗാവസ്ഥയാണ്. അപ്പം അതുകൊണ്ട് അവന് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പം അത് കാരണം ടീച്ചറുടെ നല്ല സപ്പോർട്ട് ഉണ്ട് അവന്. അതുപോലെ ഒരു ദിവസം സ്കൂളിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ നല്ല ബഹളമാണ്. എന്ന് സ്കൂളിലേക്ക് പോകണം പറഞ്ഞിട്ട് വീട്ടിൽ വാശി പിടിക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെപ്പോഴും നമുക്ക് അവനെ വീട്ടിൽ കെയർ ചെയ്യണേക്കാൾ കൂടുതൽ സ്കൂളിൽ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്ക് കൂടുതലുണ്ട്. അത് കാരണം തന്നെ നമുക്ക് അങ്ങോട്ട് വിടാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. സാംസ്കാരികമായിട്ട് ഏറ്റവും ഉയർന്ന ഒരു തന്നെയാണ്. സാംസ്കാരികമായിട്ട് ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ അത് പ്രധാനമായിട്ട് നമ്മുടെ ഒളപ്പമണ്ണമന, കഥകളി, പിന്നെ അങ്ങനത്തെ മേഖലകളിലൊക്കെ നമ്മുടെ പഞ്ചായത്ത് വളരെ മുൻപന്തിയിലാണ്. അതായത് ഭരണസമിതി അതിന് വേണ്ട പിന്നെ പ്രോത്സാഹനവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് കുറച്ചും കൂടി പുരോഗമിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളിനേഴി പഞ്ചായത്തിന് വിവിധ മേഖലകളിലുള്ള പ്രവർത്തനത്തിന് പ്രശംസാപത്രവും അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടക്കം കുറിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതിൽ എനിക്കും വളരെ ചാരിതാർത്ഥ്യമുണ്ട്. പിന്നെ എന്തായാലും പഞ്ചായത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഇന്നത്തെ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഏറ്റവും നല്ലൊരു ഉന്നതിയിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. EK നായനാർ സർക്കാരിൻ്റെ കാലത്താണല്ലോ കേരളത്തിൽ കുടുംബശ്രീ ആരംഭിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തിലാവട്ടെ മൃഗസംരക്ഷണ മേഖലയിലും കാർഷിക മേഖലയിലും ഒക്കെ ആയിട്ട് 59 സംരംഭങ്ങൾ കുടുംബശ്രീക്കുണ്ട്. 208 അയൽക്കൂട്ടങ്ങളാണുള്ളത്. ആ 200 അയൽക്കൂട്ടങ്ങളിൽ ഏകദേശം 4200ഓളം അംഗങ്ങൾ ഉണ്ട്. ആ അംഗങ്ങളിൽ നമ്മൾ പല വിധത്തിലുള്ള സൂക്ഷ്മ സംരംഭങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ കുടുംബശ്രീക്കും ഒരു സംരംഭം എന്ന നിലയിലാണ് കുടുംബശ്രീ ഇവിടെ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിനനുസരിച്ചിട്ട് ഒരു കുടുംബശ്രീയിൽ ഒരു സംരംഭം എന്ന നിലയിൽ ഇപ്പോൾ CDSൽ വന്നിട്ട് രജിസ്റ്റർ ചെയ്ത അയൽക്കൂട്ടങ്ങൾക്കാണ് നമ്മൾ ലിങ്കേജ് വായ്പകൾ കൊടുക്കുന്നത്. ഏകദേശം ഒരു 50 കോടിയുടെ അടുത്ത് നമ്മൾ വായ്പകൾ കൊടുത്തിട്ടുണ്ട്. 2007 ഒരു ചെറിയ സംരംഭം, ഒരു 100 തേങ്ങ വാങ്ങി തുടങ്ങിയ ഒരു സംരംഭമാണ്. അന്ന് ഞങ്ങൾ പുറത്ത് നാളികേരം വാങ്ങിയിട്ടാണ് കൊപ്ര ഉണ്ടാക്കിയിരുന്നത്. ഒരു ആഴ്ചയിൽ ഞങ്ങൾ 1 ടണ്ണ് കൊപ്ര ഇറക്കിയിരുന്ന യൂണിറ്റാണ്. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും പഞ്ചായത്തിൽ നിന്നും ജില്ലാ മിഷനിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പലവിധ കേരള വിഷൻ്റെ അവാർഡും ജില്ലയിലെ 2ാമത്തെ സ്ഥാനവും നല്ല സംരംഭക എന്നുള്ളൊരു ഇതിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്കിവിടെ ഞങ്ങൾ 4-5 പേര് ഇതിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ നടന്നിട്ടാണ് ഞങ്ങൾ ഓരോ വീടുകളിലും പോയിട്ടാണ് സപ്ലൈ ചെയ്തിരുന്നത്. പക്ഷേ അത് ഇപ്പം ഞങ്ങളൊരു ഓട്ടോറിക്ഷ എടുത്തിട്ട് ഓട്ടോറിക്ഷയിൽ ആണ് സപ്ലൈ ചെയ്യുന്നത്. ഏറ്റവും നല്ല ഞങ്ങളുടെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാന ചിപ്സ്, കേരള ചിപ്സ് ആണ്. അത് ജില്ലാ മിഷൻ ഞങ്ങൾക്ക് അതിൻ്റെ കവർ അടിച്ച് തന്നിട്ട് അത് നല്ല സെയിലുണ്ട്. വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് നല്ല സെയിലുണ്ട്. അതേപോലെ തന്നെ ഞങ്ങളുടെ പുട്ടുപൊടി അജ്മി പുട്ടുപൊടിയെ കഴിഞ്ഞും ഇപ്പം നമ്മുടെ പുട്ടുപൊടിക്കാണ് മാർക്കറ്റിൽ നല്ല സ്ഥാനമുള്ളത്. ഞാനൊരു കുടുംബശ്രീ വഴിയാണ് ഫസ്റ്റ് തുടങ്ങിയത്. ഞങ്ങൾ 2 ആൾ കൂടിയിട്ടാണ് ഇത് തുടങ്ങാമെന്ന് വെച്ച് 2 മിഷ്യൻ വാങ്ങിച്ചു തുടങ്ങി. പിന്നെ അതിൽ നിന്ന് വീണ്ടും മിഷ്യൻ വാങ്ങി കൂടുതൽ വർക്കുകൾ വരാനൊക്കെ തുടങ്ങി. ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ബോധം എനിക്ക് തോന്നിയപ്പോൾ വീണ്ടും 2 ആളെ വെച്ച് പീസ് വർക്കായിട്ടൊക്കെ തുന്നാൻ പുറത്തേക്ക് കൊടുക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനൊരു കുടുംബശ്രീ പ്രവർത്തകയാണ്. കുടുംബശ്രീയാണ് ഈ സംരംഭം തുടങ്ങുന്നതിന് എല്ലാവിധ സഹായങ്ങളും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഈ പഞ്ചായത്തിലെ തൊഴിലുറപ്പിന്റെ പ്രവർത്തനം നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. തണലുറപ്പ് എന്നുള്ള പേരിൽ ഇവരെ പരിഹസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റിലുണ്ട്. ഈ തണലിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് ഇവർ ഇത്രയും പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടാവുക?
നമ്മുടെ പഞ്ചായത്ത് എടുത്ത് നോക്കുമ്പോൾ 9 മീറ്റർ നീളവും 7 മീറ്റർ വീതിയും 3.90 മീറ്റർ താഴ്ചയുമുള്ള ഒരു കുളം തന്നെ ഇവർ നിർമ്മിച്ചിട്ടുണ്ട്. മണ്ണ് വെട്ടിമാറ്റി തോടിന് ആഴവും വലുപ്പവും കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തികളാണ് ഇവർ ഈ പഞ്ചായത്തിൽ ചെയ്തിട്ടുള്ളത്. പല ഭാഗത്ത് ഈ തൊഴിലുറപ്പേരെ വെച്ചിട്ട് ഒരു തെറ്റായ ധാരണ ഉണ്ട്. അവർ തൊഴിൽ ഇരിപ്പ് എന്നൊക്കെ പറഞ്ഞ് പല അഭിപ്രായം ഉണ്ട്. ഞാനൊക്കെ ഈ പൊതു ഇതായിട്ട് മുമ്പ് അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വന്ന ഇപ്പോഴാണ് ഇപ്പോൾ അവരുടെ ശരിക്കുള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാർ കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല കൊട്ടയിൽ മണ്ണായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്ത് ഹാർഡായി കുറേ ദിവസം കുത്തിയെടുക്കാൻ കൂടി വെട്ടുകാരന്മാരുണ്ടായിരുന്നു. ഇഷ്ടംമാതിരി മണ്ണ് കിടക്കുന്നുണ്ട്. നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു. അവർ തൊഴിലുറപ്പ് നമ്മൾ വിചാരിച്ചമായിരുന്നല്ല, നേരം പോലെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എത്ര പേർക്കറിയാം അമിതമായ കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷം മലിനീകരിക്കുമെന്ന്? എന്നാൽ നമ്മുടെ പഞ്ചായത്തിൽ ആർക്കും ഇനി ആ പേടി വേണ്ട. സീറോ കാർബൺ ഡൈ ഓക്സൈഡ് എന്നതിലേക്ക് മാറുന്നതിന് വേണ്ടി മറ്റ് പഞ്ചായത്തുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ പഞ്ചായത്ത് ഒരു കാർബൺ ന്യൂട്രൽ വനവൽക്കരണ പദ്ധതി 2019 തുടങ്ങിയത്. മിയാവാക്കി എന്നാണ് കേട്ടോ നമ്മൾ ഈ അഭിമാന പദ്ധതിക്ക് പേരിട്ടത്. 9 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇത് നവീകരിച്ചത്. സംസ്ഥാനത്തുള്ള മാലിന്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണല്ലോ ഹരിതകർമ്മസേന മുന്നോട്ട് വയ്ക്കുന്നത്. ഹരിതകർമ്മസേന ആദ്യമായി നമ്മുടെ നാട്ടിലിറങ്ങി യൂസർ ഫീ ഈടാക്കി അജൈവ മാലിന്യങ്ങൾ ശേഖരിക്കുമ്പോൾ നമ്മളിൽ പല ആളുകളും പല രീതിയിലാണ് അവരോട് ഇടപെട്ടത്. കേരള സംസ്ഥാനത്ത് ഒട്ടാകെ ഈ പദ്ധതി തുടങ്ങും മുമ്പ് തന്നെ നമ്മുടെ വെള്ളിനേഴി പഞ്ചായത്ത് അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ചിരുന്നുവെന്ന് നിങ്ങൾക്കറിയൂ. നമ്മുടെ പഞ്ചായത്തിലെ റോഡുകളിലൊക്കെ ക്യാമറകളുണ്ട്. അതെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവരെ നമ്മൾ തിരിച്ചറിയുന്നത് ഇങ്ങനെയാണ്. എന്തായാലും ഹരിതകർമ്മസേനയുടെ മികച്ച പ്രവർത്തനം കൊണ്ട് തന്നെയാണ് കേട്ടോ ഈ പഞ്ചായത്ത് മാലിന്യ വിമുക്തമായത്. 2016 എന്താ പറയുക അതിജീവനം എന്ന പേരിലാണ് തുടങ്ങിയത്. അന്ന് 5 പേരായിരുന്നു ഞങ്ങൾ. പിന്നെ 13 പേരായി. ഇപ്പോൾ ഞങ്ങൾ 26 പേരാണ്. പിന്നെ വെള്ളിനേഴി പഞ്ചായത്തിലെ ഭരണാധികാരികളും പിന്നെ അവിടുത്തെ എല്ലാവരും ഉദ്യോഗസ്ഥരും ഞങ്ങളെ നല്ലോണം ഞങ്ങൾക്ക് നല്ല സഹായമാണ്. പഞ്ചായത്ത് ഇവിടെ ഞങ്ങൾക്ക് പ്ലാസ്റ്റിക്കിൻ്റെ പൊടി കളയണത് മിഷൻ, പിന്നെ അത് സെഗ്രിഗേറ്റ് ചെയ്യാനുള്ള വേറൊരു മിഷൻ, ഞങ്ങൾക്ക് യൂണിഫോം, ഷൂ, ഗ്ലൗസ്, ഞങ്ങൾക്ക് മാസ്ക്, എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. മുമ്പേ പ്ലാസ്റ്റിക് തൊടിക്കോടെ ചെയ്തിരുന്നു. അപ്പോൾ ഇവർ വരുകൊണ്ട് ഞങ്ങൾ അവർക്ക് കൊടുക്കും, മാസം മാസം കൊടുക്കാറുണ്ട്. മുമ്പ് ഞങ്ങൾ പ്ലാസ്റ്റിക് കടലാസൊക്കെ ദൂരെ തൊലിക്ക് വലിച്ചെറിയായിരുന്നു. ഇപ്പോൾ ഹരിതസേന വരുകൊണ്ട് ഞങ്ങൾക്ക് ഗുണമായി. അതുകൊണ്ട് ഞങ്ങളതൊക്കെ ഇവർക്ക് കൊടുക്കുകയാണ്. നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കീഴിലുള്ള നമ്മുടെ ആശുപത്രിക്ക് വേണ്ടി വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ പ്രസിഡന്റ് ജയലക്ഷ്മി മാഡം ആയാലും സെക്രട്ടറി സാറ് രാധാകൃഷ്ണൻ സാറായാലും നമുക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇപ്രാവശ്യം നമ്മൾ 52 പേർക്ക് കറവ പശുക്കൾ കൊടുക്കുന്നുണ്ട്. അത് കൂടാതെ 100ഓളം പേർക്ക് നമ്മൾ 100ഓളം ആടുകളെ നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ 349 പേർക്ക് 10ഓളം കോഴികളെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്ഷീരകർഷകർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കന്നുകാലികൾക്ക് വേണ്ടിയുള്ള മരുന്നിന് വേണ്ടി നമ്മൾ നല്ല രീതിയിലൊരു തുക തന്നെ നമ്മുടെ പഞ്ചായത്ത് നമുക്ക് തരുന്നുണ്ട്. എനിക്കിപ്പോൾ 7 പശുക്കളുണ്ട്. പാല് കൊളക്കാട് സംഘത്തിലാണ് പാല് കൊടുക്കുന്നത്. ഞാനവിടെ സംഘത്തിലെ ഡയറക്ടർ കൂടിയാണ്. 2.5 വർഷം മുന്നേ വരേക്കും അച്ഛനാണ് ചെയ്തുകൊണ്ടിരുന്നത്. അച്ഛൻ മരിച്ചിട്ടിപ്പോൾ 2.5 വർഷമായതിന് ശേഷം ഞാനാണ് ചെയ്യുന്നത്. ഇപ്പോൾ രാവിലെയും വൈകിട്ടും കൂടി ഒരു 60 ലിറ്റർ പാല് കൊളക്കാട് സംഘത്തിൽ ഒഴിക്കുന്നുണ്ട്. ബാക്കി മിൽമയുടെ ഭാഗത്തുനിന്നും ക്ഷീരവികസന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാ സഹായങ്ങളും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഥകളി കലാകാരനായ പട്ടിക്കന്നോട് രാമുണ്ണി മേനോന്റെ ഗ്രാമമാണ് കേട്ടോ വെള്ളിനേഴി. നൃത്തനാടകത്തിന്റെ കല്ലുവഴിച്ചിട്ടയെ ഇദ്ദേഹമാണ് വികസിപ്പിച്ചെടുത്തത്. രാവുണ്ണി മേനോന്റെ മകൾ ഭൂമി ദാനമായി നൽകിയതോടെ ഈ സ്മൃതി മന്ദിരം പണികഴിപ്പിച്ചു. കലാഗ്രാമമായി വികസിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിന്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗം കൂടിയാണ് കേട്ടോ ഈ സ്മാരകം. ഈ പഞ്ചായത്ത് നമ്മുടെ കലാവിഭാഗങ്ങളായാലും എന്നെക്കുറിച്ചിട്ട് കൂടുതൽ ആ വിഭാഗത്തിനെ കുറിച്ചിട്ടാണ് എനിക്ക് കൂടുതൽ പറയാൻ എന്തെങ്കിലും കഴിവുണ്ടാവുക. ഈ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒപ്പം അതിൽ വേർതിരിവ് വേറൊരു ആൾക്കാരെ വേറെ കാണുക അങ്ങനെയൊന്നുമില്ല. അത് കലാകാരന്മാരൊപ്പം നിൽക്കുന്ന ഒരു പഞ്ചായത്തിൻ്റെ ഭരണ സാരഥികളാണ് അധികവും പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഒരു ആവശ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് എന്ന് വെച്ചാൽ കലാകാരന്മാരെ ഒപ്പം നിർത്തുന്ന ഒരു താല്പര്യം ഉള്ള മെമ്പർമാരായാലും പ്രസിഡൻറ്റോ സെക്രട്ടറി അങ്ങനെയുള്ള അതിൻ്റെ ഭരണസാരഥികൾ. ഭാഷയൊന്നും മുഴുവൻ എനിക്ക് പറയാൻ അറിയില്ലെങ്കിലും ഞാൻ നേരിട്ട് ഇടപഴകുന്ന മേഖലയിൽ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ആവശ്യങ്ങളോ നമ്മുടെ കൂടെ നിൽക്കുന്നൊരു പൊതു സമീപനമാണ് ഇപ്പോഴത്തെ
ഭരണസമിതി അംഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ടു പോയവരും തൊഴിൽ ചെയ്യാൻ കഴിയാതെ ഇരിക്കുന്നവരുമൊക്കെ അവരുടെ മരുന്നുൾപ്പെടെയുള്ള അത്യാവശ്യ ചെലവുകൾ നടത്തുന്നത് നമ്മുടെ പിണറായി സർക്കാർ കൃത്യമായിട്ട് പെൻഷൻ തുക അവരുടെ വീട്ടിലെത്തിക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഈ പഞ്ചായത്തിലെ വയോജനങ്ങളെല്ലാം ഹാപ്പിയാണ്. കൂടുതലും എനിക്ക് ഈ പെൻഷൻ കൊണ്ട് തന്നെ ഉള്ളൂ, വേറെ വരുമാനം ഒന്നിക്കില്ല. അത് മുടങ്ങിയാക്കി ജീവിക്കാൻ പിന്നെ വഴിയില്ല. ആരുമില്ല, പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുന്നുണ്ട്. ഈ പെൻഷൻ കിട്ടണോണ്ടാണ് ഞാൻ അങ്ങനെ ജീവിച്ചു പോണത്. അല്ലാതെ 10 പൈസയ്ക്ക് വരുമാനം തരുന്നുമില്ല. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഗവൺമെൻറ് നല്ല ഗവൺമെൻറ്റാണ്. നമ്മുടെ പിണറായി വിജയൻ നല്ല ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. പെൻഷനിക്ക് വളരെ സന്തോഷമായിട്ടു. ഈ ഓണത്തിനൊക്കെ കിട്ടിയത് എല്ലാവർക്കും വളരെ ഉപകരിക്കും. നല്ല ഉപകാരമായിരുന്നു. 2 മാസം പെൻഷൻ കിട്ടിയത്. ചെറുക്കാത്തവരുണ്ടാവുമോ? നല്ല കാര്യമാണ് നമ്മുടെ ഗവൺമെൻറ്. ഇപ്പോൾ ഗവൺമെൻറ് എന്ന് വരുന്ന ഈ പെൻഷൻ കൊണ്ടാണ് ഞങ്ങളുടെ 2 ആളെയും പെൻഷൻ കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം. പിന്നെ മരുന്നുകളാണെന്ന് വെച്ചാൽ ഒരു മാസത്തിൽ 1600 1700 രൂപ വരുന്നുണ്ട്. അതൊക്കെ ഇപ്പം ഇങ്ങനെ തരണം ചെയ്തിട്ട് പോകുന്നുണ്ട്. പെൻഷനും തൊഴിലുറപ്പും കാരണമാണ് ഞാൻ ജീവിക്കണേ. എൻ്റെ ജീവിതം എന്താണല്ലേ, വീട് കിടക്കാനില്ലേ. അത് കിട്ടിയില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. മരുന്ന് എപ്പോഴും വേണം, പുറത്തുനിന്ന് വാങ്ങണം, ആസ്പത്രിയിൽ നിന്ന് കിട്ടണമുണ്ട്. വീട്ടിലാരുമില്ല, വേറെ ആരും ഒന്നും തരാനുമില്ല. പിന്നെ അമ്മയാണ് ഉണ്ടായിരുന്നത്. അമ്മ മരിച്ചു 4 കൊല്ലമായി. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഈ പെൻഷൻ കിട്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പം പെൻഷൻ കിട്ടുകൊണ്ടാണ് ഈ മരുന്നും ഗുളികയൊക്കെ മേടിക്കുന്നത്. പിന്നെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞു പോകണ്ട്. പെൻഷൻ കിട്ടുന്നുണ്ട്. പെൻഷൻ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഭർത്താവ് പെട്ടെന്ന് അറ്റാക്കായി മരിച്ചുപോയി. ഒരു കുട്ടിയുള്ളൂ, അവളെ കെട്ടിക്കൊടുത്തു. അപ്പോൾ ഒരു വീട് കിട്ടി. എല്ലാവരും സഹായം കൊണ്ട്, പഞ്ചായത്തിൻ്റെ മെമ്പറുടെ എല്ലാവരും സഹായം കൊണ്ട് ഒരു വീട് കിട്ടി. അതിദാരിദ്ര്യം ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് നമ്മുടെ പിണറായി സർക്കാരിന്റെ ലക്ഷ്യമാണെന്നറിയാലോ. 64,000 വരുന്ന കുടുംബങ്ങളാണ് കേട്ടോ നമ്മുടെ ഈ കേരളത്തിൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്നത്. ഈ കുടുംബങ്ങൾക്ക് തണലാവുകയാണ് നമ്മുടെ പിണറായി സർക്കാർ. ഇതിന്റെ ഭാഗമായിട്ടാണ് വെള്ളിനഴി പഞ്ചായത്തിലെ 13ഓളം കുടുംബങ്ങൾക്ക് പഞ്ചായത്ത് വീട് വെച്ച് നൽകിയത്. ഇവരുടെ സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല കേട്ടോ. ഇപ്പം പഞ്ചായത്ത് മെമ്പർ ഞങ്ങൾക്ക് നല്ലൊരു വീണ് പോകാത്ത വീടും ഞങ്ങൾ ഷീറ്റിട്ടിട്ട് ഞങ്ങൾ വെള്ളം ചോർന്നിട്ടൊക്കെ പാടെ ഒരു നല്ലൊരു വീട് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നതിൽ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാനും അനുജനും 2 ആളും പെൻഷൻ കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ഒരു ഇതുമില്ല. ഞങ്ങൾ ഈ വെറും നമുക്കൊരു തൊടിയിലാണെങ്കിൽ നമുക്കൊരു അനുഭവം ഒന്നുമില്ല. ഈ പെൻഷൻ കൊണ്ട് ഞങ്ങൾ ജീവിച്ചു പോരാണ് സാറേ. അതിദരിദ്രരുടെ പട്ടികയിൽ പെട്ട് കാരണം കൊണ്ട് വീട് കിട്ടിയതാണ്. പിന്നെ എനിക്ക് കൈകൊണ്ട് വയ്യാത്ത കാരണം കൊണ്ടാണ് പണിയെടുക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. 2 മക്കളാണ് എനിക്കുള്ളത്. അപ്പോൾ പഞ്ചായത്തിൽ വെള്ളിനൈ പഞ്ചായത്തുകാരാണ് എന്നെ ചേർത്ത് നിർത്തി എനിക്ക് ഈ വക സഹായങ്ങളൊക്കെ ചെയ്തു തന്നത്. ദാരിദ്ര്യത്തിൽ താഴെയുള്ള ആളാണ് ഞാൻ. ഈ പഞ്ചായത്തിലും കേരള സർക്കാരിൻ്റെയും അനുമതി കൂടി ഈ വീടും സ്ഥലവും കിട്ടാൻ സഹായിച്ചിട്ടുണ്ട്. ഞാൻ 8 വർഷമായി ഇവിടെ ആശ്രയഭവനിലാണ് താമസിക്കുന്നത്. എനിക്ക് സ്ഥിരമായി ഞാനും എൻ്റെ വൈഫും രോഗികൾ, വയ്യാത്ത വ്യക്തികളാണ്, സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരാണ്. പിന്നെ എനിക്കും 3 പെൺകുട്ടികളാണ്. എനിക്ക് ഒരു വീടോ സ്ഥലമോ വീട്ടിലെടുക്കാനോ എൻ്റെ ഭാര്യ വീട്ടിലെടുക്കാനോ ഉണ്ട്. എൻ്റെ വെള്ളിനഴി പഞ്ചായത്തും ആ ഭരണസമിതി അംഗങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും താമസിക്കാൻ സ്വന്തമായി ഒരു സ്ഥലവും വീടും തന്നു. എനിക്ക് ഈ സ്ഥലവും വീടും കിട്ടിയത് നല്ല സന്തോഷമുണ്ട്. ഞാൻ കുറേ കാലമായി ആഗ്രഹിക്കണം ഒരു വീടിന് വേണ്ടിയിട്ട്. ചെറുപ്പമാണ്, പക്ഷെ അധ്വാനിക്കാനും വയ്യ, അസുഖമായി തീർന്നു. അതാണ് എൻ്റെ അവസ്ഥ. ഇപ്പോഴും സുഖമില്ലായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പാസ്സായപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കാനായി. പട്ടികജാതിയിൽപ്പെട്ട വിദ്യാർത്ഥികളിൽ പലർക്കും പഠിക്കാൻ നല്ലൊരു അന്തരീക്ഷം ലഭിക്കാറില്ലല്ലോ. ഇവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 38 വിദ്യാർത്ഥികൾക്ക് നമ്മുടെ ഈ പഞ്ചായത്തിൽ പഠനമുറികൾ നൽകിയത് കേട്ടോ. ഇതുകൊണ്ട് തന്നെ നന്നായി പഠിക്കാനും ഇഷ്ടപ്പെട്ട മേഖലകളിലേക്ക് എത്തിപ്പെടാനും ഇവർക്ക് കഴിയുന്നുണ്ട്. ഞാൻ +2 പഠിക്കുമ്പോഴാണ് എനിക്ക് പഠനമുറി എന്ന പദ്ധതി പാസ്സായി വരുന്നത്. അപ്പം ഞാൻ പുറത്തിരുന്നിട്ടാണ് പൊതുവെ പഠിക്കാറ് വീടിൻ്റെ. അപ്പോൾ ആളുകൾ പോകുന്നതും വണ്ടി കാരണമൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പഠിക്കാൻ. അതിനുശേഷം ഇത് കിട്ടിയതിന് ശേഷം ഞാൻ ഈ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടാണ് പഠിക്കാറൊക്കെ. അപ്പം എനിക്ക് +2 നല്ല മാർക്ക് വാങ്ങാനും അതുപോലെ തന്നെ സ്വസ്ഥമായിട്ടിരുന്ന് പഠിക്കാനും ഒക്കെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ഡിഗ്രി ഫൈനൽ ഇയർ ആണ്. അപ്പം എനിക്ക് ഇനി മുന്നോട്ട് പഠിക്കാനുള്ള ഊർജം ഈ ഒരു പദ്ധതിയിലൂടെ
കിട്ടിയിട്ടുണ്ടെന്നാണ്. നമ്മുടെ എല്ലാം സ്വപ്നമാണ് ഒരു വീട്. നമ്മുടെ മാത്രമല്ല, നമ്മുടെ സർക്കാരിൻ്റെയും സ്വപ്നമാണ്. അതുകൊണ്ടാണല്ലോ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 172ഓളം വീടുകൾ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. വീടുണ്ടായിരുന്നില്ല, പഴയൊരു വീടായിരുന്നു. ഞാൻ അമ്മയ്ക്ക് അതിലാണ് താമസിച്ചായിരുന്നത്. ഇപ്പൊക്കെ ഒരു വീടായി. മെമ്പറുടെ സഹായിക്ക് നല്ലോണ്ടായിരുന്നു. പഞ്ചായത്തിലെ വീട് 4 മാസം കൊണ്ട് ഇങ്ങനെ പൂർത്തിയാക്കുന്നു. മുമ്പ് ഒരു മണ്ട വീട്ടിലാണ് താമസിച്ചായിരുന്നു. ചോർന്നിട്ട് കിടക്കാനൊന്നും പറ്റിയായിരുന്നില്ല. ഇപ്പം ലൈഫിൽ വീട് കിട്ടി. എന്തോ ഞങ്ങളിപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്. 2 പെൺകുട്ടികൾ, അവരെ കല്യാണം കഴിച്ചു കൊടുത്തു. അവരൊക്കെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. ഒറ്റയ്ക്കാണ്. പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന പെൻഷനും റേഷനരി, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. ആദ്യം ഞങ്ങൾ തറവാട്ടിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരു 5-8 പേരുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സൗകര്യം കുറവാകും കൊണ്ട് ലൈഫിൽ അപേക്ഷിച്ചപ്പോൾ ഞങ്ങൾക്ക് പാസ്സായി. സന്തോഷത്തോടെ ഞങ്ങൾ ഏട്ടനും ഞാനും 2 മക്കളുമായിട്ട് കഴിയും. 2-3 കൊല്ലമായി വീടിന് എഴുതി കൊടുത്തിട്ട്. ലൈഫിൽ നിന്ന് വീട് കിട്ടുകൊണ്ട് നല്ലൊരു കാര്യമായി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. 1990 മുതൽ വെള്ളിനേഴി പഞ്ചായത്തിൽ ജീവിക്കുന്ന ഒരു വാദ്യ കലാകാരൻ കൂടിയാണ് ഞാൻ. ഇത്രയും വർഷത്തെ പരിചയം, ഇവിടെ എന്തെല്ലാം പുരോഗതി വന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി കാണുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. പ്രത്യേകിച്ചും ഇന്നത്തെ ഈ കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത്, ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് നമ്മുടെ വെള്ളിനേഴി പഞ്ചായത്ത്. അതിൻ്റെ എല്ലാ പ്രവർത്തകരും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചു കൊണ്ടു നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം അത് അനുഭവിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും തുടർഭരണം വളരെ ഭംഗിയായി നടത്താൻ ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തകർക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഈ ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം തുടർച്ചയായിട്ട് നമ്മുടെ പഞ്ചായത്തിന് മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് സ്വരാജ് ട്രോഫികൾ. കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലും തുടർച്ചയായിട്ട് നമുക്ക് സ്വരാജ് ട്രോഫി നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഭരണസമിതിയുടെ മികച്ച ഭരണത്തിൻ്റെ ഒരു നേട്ടമാണ്. അത് പുറമെ നമ്മുടെ 100% നികുതി എല്ലാ വർഷവും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിഭവ സമാഹരണത്തിൽ എല്ലാ രംഗത്തും നമ്മൾ വളരെ മുന്നിലാണ്. അതിൻ്റെ പുറമെ നമുക്ക് ഈ വർഷം ആർദ്ര കേരളം പുരസ്കാരം സ്റ്റേറ്റിൽ തന്നെ നമ്മൾ ഒന്നാമതായിട്ട് ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ കേരളത്തിലെ 1ാം സ്ഥാനമാണ് ആർദ്ര കേരളം പുരസ്കാരം. അതുപോലെ കഴിഞ്ഞ ഭരണസമിതി ഒരുപാട് പ്രവർത്തനങ്ങൾ, ഈ ഹരിതകർമ്മസേന, കുടുംബശ്രീ, തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ ഹോമിയോ, മറ്റ് ആരോഗ്യരംഗം, എല്ലാ മേഖലകളിലും മികച്ച ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. പദ്ധതി വീതം നമ്മൾ എല്ലാ വർഷവും 100%ആണ് നമ്മുടെ പദ്ധതി വീതം ചെലവഴിക്കുന്നത്. അത് നമ്മുടെ ഘടക സ്ഥാപനങ്ങളിലെ നിർവഹണ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ആ കാര്യത്തിൽ എല്ലാവരും 100% പിന്തുണ നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്തിലെ സ്റ്റാഫും ഈ 100% പിരിവിനും ഫയൽ കൈകാര്യം ചെയ്യുന്നതിലും വളരെയധികം ഒരാൾക്ക് പോലും പരാതികളില്ലാതെ എങ്ങനെയാണിത് കൈകാര്യം ചെയ്യുന്നത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റാഫ്. അതുപോലെ തന്നെ ഘടക സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഈ ജീവനക്കാരെ ഈ പ്രകടനത്തിന് പിന്നിൽ ഈ ഭരണസമിതിക്ക് അതിൻ്റേതായ പങ്ക് വഹിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഈ ഭരണസമിതി കാലത്തെ എല്ലാവിധ നേട്ടങ്ങൾക്കും പിന്നിൽ എല്ലാവരുടെയും ഒത്തൊരുമിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. നമ്മുടെ ഈ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സംസ്ഥാന സർക്കാരിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും മറ്റ് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ നിന്നെല്ലാം കിട്ടാവുന്ന ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് കേട്ടോ സ്റ്റിയറിംഗ് കമ്മിറ്റിയും ഭരണസമിതിയും ക്ഷേമകാര്യ കമ്മിറ്റിയും ആരോഗ്യ കമ്മിറ്റിയും വികസനകാര്യ കമ്മിറ്റിയും ചേർന്ന് വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. ഇതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ വികസനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞത്. എത്ര നല്ലൊരു മാതൃകയായിട്ടാണല്ലേ നമ്മുടെ ഭരണസമിതി മാറ്റങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിച്ചത്.